ലിയോനാർഡോ ഡാവിഞ്ചി എന്ന സുപ്രസിദ്ധ ചിത്രകാരൻ്റെ പ്രശസ്ത ചിത്രമാണ് അന്ത്യാത്താഴം. ആ ചിത്രത്തിൽ കർത്താവായ യേശുവിൻ്റെ ചിത്രം വരയ്ക്കുന്നതിന് അതേ രൂപമുള്ള ഒരു വ്യക്തിയെ ദീർഘനാൾ അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ പരമാർത്ഥമായ ജീവിതവും വളരെ സൗന്ദര്യവുമുള്ള പിയാട്രോ എന്ന ഒരു യുവ സംഗീതജ്ഞനെ റോമിലുള്ള ഒരു പള്ളിയിലെ ഗായക സംഘത്തിൽ നിന്നും കണ്ടുപിടിച്ചു. അവൻ്റെ ഛായയിൽ യേശുവിനെ വരച്ചു. വർഷങ്ങൾ കടന്നുപോയിട്ടും തൻ്റെ ചിത്രം പൂർത്തീകരിക്കപ്പെടാതിരുന്നു. ഓരോ ശിഷ്യന്മാരുടെ ചിത്രവും താൻ വരച്ചു. എന്നാൽ ഇസ്കരിയോത്ത യൂദായുടെ പടം വരയ്ക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുവേണ്ടി പാപത്താൽ ഹൃദയം കഠിനപ്പെട്ട് വികൃതവും ക്രൂരവുമായ മുഖമുള്ള ഒരു വ്യക്തിയെ അന്വേഷിക്കുവാൻ തുടങ്ങി. ഒടുവിൽ റോമ നഗരത്തിലെ തെരുവുകളിൽ നിന്ന് ക്രൂരമുഖമുള്ള ഒരു ഭിക്ഷക്കാരനെ കണ്ടെത്തി. യൂദായുടെ മുഖം വരച്ചു തീരുന്നതുവരെ അവനെ കൂലി കൊടുത്തിരുത്തി. വരച്ചു തീരുന്നതിന് അല്പം മുമ്പ് അവനോട്, "നിന്റെ പേര് ഇതുവരെ ഞാൻ ചോദിച്ചില്ലല്ലോ" എന്ന് പറഞ്ഞു. "എൻ്റെ പേര് പിയാട്രോ. കർത്താവായ യേശുവിൻ്റെ പടം വരയ്ക്കുന്നതിന് താങ്കളുടെ മുൻപിൽ മുമ്പൊരിക്കൽ ഞാൻ ഇരുന്നിട്ടുണ്ട്" എന്ന് മറുപടി പറഞ്ഞു. സൗന്ദര്യമേറിയ അവൻ്റെ മുഖം ദീർഘവർഷങ്ങൾ പാപത്തിൽ ജീവിച്ചതിനാൽ റോമ നഗരത്തിൽ അവനെപ്പോലെ ഒരു ദുഷ്ട മനുഷ്യൻ മറ്റാരുമില്ല എന്ന് തോന്നത്തക്ക വിധം വികൃതവും ക്രൂരവുമായി തീർന്നിരുന്നു. പാപം മനുഷ്യന് നികൃഷ്ടമായ നിലയിലെത്തിച്ച് അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണിത്. പാപം ഒരു മനുഷ്യനെ ഒരു ദിവസം കൊണ്ട് നശിപ്പിക്കുന്നില്ല. ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കിയ ശേഷം മറ്റുള്ളവരെ പോലെ ഞാൻ ദീർഘനാൾ അത് തുടരുകയില്ല. അതിലേക്ക് ആഴത്തിലിറങ്ങാതെ അത് എന്നെ കീഴ്പ്പെടുത്തുന്നതിന് മുൻപ് ഞാൻ പുറത്തു വന്നുകൊള്ളാം എന്ന് ഒഴികഴിവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിന്റെ ജീവിതത്തെയും ശരീരത്തെയും നശിപ്പിക്കും. അത് തീർച്ചയാണ്. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. ഓർക്കുക, നീ അറിയാതെ തന്നെ അതിന് അടിമയായിത്തീരും. മദ്യത്തെക്കുറിച്ച് മാത്രമല്ല, ഏത് ദുഷ്ടകാര്യവും ലൗകിക സന്തോഷവും അങ്ങനെ തന്നെയാണ്. അത് ക്രമേണ നിന്നെ അടിമപ്പെടുത്തും. ഒടുവിൽ അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കഴിയാത്ത വിധം അതിലേക്ക് നിന്നെ വശീകരിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, പാപസന്തോഷത്തെ അല്പം അനുഭവിച്ച ശേഷം അതിൽ നിന്ന് മടങ്ങി വരാം എന്ന് നീ ചിന്തിച്ചാൽ നിന്റെ നില പരിതാപകരമായി തീരും. പാപം കൊടും വഞ്ചകനാണെന്ന് അറിഞ്ഞുകൊള്ളുക. പാപപ്രേരണകൾക്ക് ഇടം കൊടുത്താൽ അത് ക്രമേണ നിന്നെ പാപത്തിലേക്ക് നയിക്കും. ഹൗവ ആദ്യം വിലക്കപ്പെട്ട വൃക്ഷഫലം കണ്ടു, പിന്നീട് പറിച്ചു തിന്നു. തന്നിമിത്തം അവൾ അനുസരണക്കേടിന് അടിമയായി തീർന്നത് മാത്രമല്ല, മുഴു മാനവരാശിയും മരണത്തിന് അധീനമായി. ആഖാൻ ആദ്യം ശപിക്കപ്പെട്ട വസ്തുക്കൾ കണ്ടു, മോഹിച്ചു, എടുത്തു. അത് ഇസ്രായേലിൻ്റെ തോൽവിക്കും തൻ്റെ നാശത്തിനും കാരണമായി. ആകയാൽ പാപത്തിൻ്റെ വഞ്ചനയിൽ അകപ്പെട്ട് നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പിട്ടുകൊണ്ട്, "അയ്യോ, ഞാൻ പ്രബോധനം വെറുക്കുകയും എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിൻ്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ" എന്ന് പറയുവാൻ സംഗതി വരരുത്. കുഞ്ഞുങ്ങളെ, മടങ്ങി വരുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ ഏശാവിന് സംഭവിച്ചതുപോലെ ആയിത്തീരും. ഏശാവ് പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏശാവിന് സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ.